ഹായ് ഗൈസ്, ഈ ഒരു കൊന്നമരത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങാട്ടോ. വർഷങ്ങളായിട്ട് വഴിയാത്രക്കാർക്കും പരിസരവാസികൾക്കും കൈ നിറയെ കൊന്നപ്പൂക്കൾ നൽകുന്നുണ്ട് ഈ ഒരു കൊന്നമരം. ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരാൾ ഈ മരത്തിൽ കയറി കൊന്നപ്പൂ പറിക്കുന്നത് കണ്ടു. ഞാനും അങ്ങോട്ട് ചെന്നു. എനിക്കും കിട്ടി ഒരു പിടി കൊന്നപ്പൂക്കൾ. അനിയൻ്റെ വീട്ടിലും ഒരു കൊന്നപ്പൂമരമുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവരും പൂ പറിക്കുന്ന തിരക്കിലായിരുന്നു. വിഷുത്തലേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനീ പറയുന്നത്. അതായത് ഏപ്രിൽ 14-ന്. ഇത്തവണ ഏപ്രിൽ 15-നാണല്ലോ വിഷു. വീഡിയോ എടുത്തെങ്കിലും എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വൈകി. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. 2 ആങ്ങളമാരുടെയും കുട്ടികൾ ഇവിടെയുണ്ട്. അവരുടെ കൂടെ വിഷുപ്പാട്ട് പാടാനും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കണ്ടോ, നിധി എന്നോട് ഓരോ പോസിൽ പൂ പിടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിൻ്റെ വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അവളുടെ കളികൾക്കൊക്കെ ഞാൻ നിന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ പൂ കൊഴിഞ്ഞു പോയാലോ? നാളെ കണി കാണാൻ ഇവർക്ക് തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ഞാൻ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഈ വർഷത്തെ കൊന്നപ്പൂ പറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കണി ഒരുക്കിയാൽ മതി. രാവിലെ കണി കാണുന്ന സമയത്തും ഈ കൊന്നപ്പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. എന്ത് ഭംഗിയല്ലേ ഇപ്പം ഈ കാണാൻ. ഓക്കെ, ഇതാ രാഗിണി മാമ നോക്കൂ. ഇതാ രാഗിണി മാമൻ്റെ ലുക്ക്. ഇവിടെ നമ്മൾ ട്രൈപോഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവിനോടനുബന്ധിച്ച് ഫോട്ടോ എടുക്കണമെന്ന് നന്ദുവിനും നിധിക്കും നിർബന്ധം. അതെ, വിഷുവിന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരുക്കമാണ് നിങ്ങൾ ഈ കാണുന്നത്. നന്ദു വീട്ടിനുള്ളിലായിരുന്നേ. അപ്പോഴേക്കും നന്ദുക്കുട്ടി ഓടി വന്നു. ഹലോ, ഞാനും കൂടി ഉണ്ട്. അതെ അതെ, നമ്മുടെ ഓക്കെ, ഫോട്ടോ എടുക്കാൻ റെഡി ആയിക്കോളാം. അതെ, ഇനി ഫോൺ കൂടി അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിഷുപ്പാട്ടായിരുന്നേ. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളങ്ങ് പാടിക്കൊടുത്തു. ആ പാട്ടുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ കരോക്കയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടി. ആ വീഡിയോസ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. പിന്നെ നിധിയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രാൻസിഷൻ വീഡിയോ. പാട്ടില്ലാതെ ഇത് കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല. പാട്ട് ഇട്ടാൽ കോപ്പിറൈറ്റും കിട്ടുമല്ലോ. പാട്ടുള്ള ഈ വീഡിയോയുടെ ഷോർട്സ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നിധിയും നന്ദും കൂടി ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും പാട്ടിടാൻ നിവൃത്തിയില്ലല്ലോ. വിഷുത്തലേന്ന് ഈ വീഡിയോസ് എല്ലാം എടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? വിഷു ദിവസം എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ. പൊന്നൂൻ്റെ ഡെലിവറി കഴിഞ്ഞു. ആൺകുഞ്ഞാണ്. വിഷുവിന് എനിക്ക് പേരക്കുട്ടിയെ കാണണം. ഞങ്ങൾ അതുകൊണ്ട് വയനാട്ടിലേക്ക് പോവും. നന്ദുവിനും നിധിക്കും ആണെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ പോകണം. ഉച്ചയ്ക്ക് ശേഷം അവരും പോകും. അപ്പോൾ വിഷുദിനത്തിൽ വീഡിയോസ് എടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇതിപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി 2 സ്റ്റെപ്പ് എടുത്ത് നോക്കാമെന്ന് പറയുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം വിഷുവിന് ഞങ്ങൾ 4 പേരും പിന്നെ ഞങ്ങളുടെ കൂടെ പൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി ചെത്തിമന്ദാരം തുളസി എന്ന പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെത്തിമന്ദാരം തുളസി എന്ന പാട്ട് പാടിയിരുന്നു. അത് പാടിയപ്പോൾ തോന്നിയതാണ് കേട്ടോ 2 സ്റ്റെപ്പ് കളിക്കണമെന്ന്. യാതൊരു മുന്നൊരുക്കവും ഇല്ല. ആർക്കും സ്റ്റെപ്സ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇനി ഓർത്താൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ലല്ലോ. എന്നാലും കളിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അന്നത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി ഓർത്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഹാപ്പി വിഷു എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ വിഷു ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ പാടുകയും ആടുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നല്ലേ പറയാറ്. ഞാൻ ഫസ്റ്റിൽ കാണിച്ച ആ കൊന്നപ്പൂമരം ഇല്ലേ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ കിച്ചണിൽ നിന്ന് ആ മരത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. എന്നും രാവിലെ ഞാൻ ഈ പൂമരം കണി കാണുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.